ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റമദാനാണ്, എല്ലാവരും റമദാൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. എല്ലാവർക്കും റമദാൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഞാൻ രണ്ട് ദിവസം കൂടെയൊക്കെ ഉള്ളൂ നോൻപ്. അപ്പോൾ അതിന് തയ്യാറാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഹോം മെയ്ഡായിട്ട് നമുക്ക് ഫ്രൂട്ടി എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് മുഴുവൻ വേണ്ട, ഇതിൻ്റെ പുളി അനുസരിച്ചിട്ട് നമുക്കൊരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിതൊന്ന് കട്ട് എടുത്തിട്ട് വരാം. ഇത് ഞാൻ കട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം പച്ചമാങ്ങ രുചിച്ച് നോക്കിയിട്ട് നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു പൊളപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നമുക്കിതേപോലെ കുക്കറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. 1.25 കപ്പ് അത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇതിൻ്റെ അപ്പുറം മധുരം ചേർക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാനൊരു 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ. ലോ ഫ്ലെയിം ആണെങ്കിൽ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആണെങ്കിൽ 2 വിസിൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആ ഷുഗർ സിറപ്പിൽ നിന്നൊന്ന് വേർതിരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേർതിരിച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ആ കടയിൽ നിന്ന് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഫ്രൂട്ടീനേക്കാൾ ഉപരി എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് നമ്മുടെ ഇപ്പം അതൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു കടകളിൽ. നമ്മുടെ സ്ലൈസ് മാസയൊക്കെ വരത്തില്ലേ, അതിന് കുറച്ചുകൂടി ഒരു കട്ടി ഉണ്ടാവുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ആ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ബാക്കി ഉണ്ടായിരുന്ന ഇതില്ലേ, ആ ഷുഗർ സിറപ്പ്, അതൊന്ന് അരിച്ചുകൂടെ ഞാൻ എടുക്കുവാണ്. ഇതേപോലെ അരിച്ച് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആ ഒരു മാമ്പഴം കൂടെ നമുക്ക് ആ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റും. ആ ഷുഗർ സിറപ്പ് ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നീട് അത് ആഡ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഓൾറെഡി നമുക്ക് നന്നായിട്ട് കുക്കായിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇതേപോലുള്ള ഒരു അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം എന്തെങ്കിലും നാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാരൊക്കെ നമുക്ക് അരിപ്പയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മാമ്പഴത്തിന് അധികം അങ്ങനെ നാരൊന്നും ഇല്ലാത്ത മാമ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും നാരിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇത് ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലായിരുന്നപ്പോഴത്തേക്ക് സാധാരണ നമ്മുടെ മൂവാണ്ട മാങ്ങയില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ഞാൻ പച്ചമാങ്ങ ചേർത്ത് കൊടുത്തില്ല. കാരണം മൂവാണ്ട മാമ്പഴത്തിന് അത്യാവശ്യം പുളി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഞാൻ ഷുഗർ സിറപ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതും കൂടെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം മിക്സിയിൽ അത്യാവശ്യം ഇങ്ങനെ അതൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മുഴുവൻ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ 2 കപ്പ് വെള്ളവും പഞ്ചസാരയും കൂടെ ഇട്ട് വേവിച്ചത് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി മതിയാവും. അതിന് അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ടാണ്, ആ നീര് നന്നായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ 1/2 നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത്രയും മതിയാവും. പിന്നെ ഒരു പിഞ്ചുപ്പ്, ഒരുപാട് വേണ്ട, ഒരു പിഞ്ചുപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടിയായിട്ടുള്ള ആ മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട്, നമ്മൾ അരച്ചെടുത്തെങ്കിലും ഇങ്ങനെ കട്ടയായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, നമുക്ക് ഫ്രൂട്ടി മേടിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ലൈസൊക്കെ കുടിച്ചിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആകുന്ന അത്ര ഇവിടം വരെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് മധുരം കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വേവിച്ചത് 2 കപ്പ് വെള്ളത്തിലാണ്. പിന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ 2 കപ്പ് വെള്ളമാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത്രയും ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു മാസ സ്ലൈസ് ഫ്രൂട്ടി ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊണ്ടുവരാം. ഞാനൊരു 3 അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ചായിട്ട് നല്ല ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു 3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഒരു കേടും കൂടാതിരിക്കും കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പം 1-2 ദിവസം കൂടെയല്ലേ ഉള്ളൂ നോയമ്പൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ജ്യൂസൊന്നും കരുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം ഈ 2 ഗ്ലാസ് കൂടാതെ എനിക്ക് ഇതേപോലെ 2 ബോട്ടിലിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക്